ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ നിഷേധികളെ പറ്റിയുള്ള പല കാര്യങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിലും നിഷേധികളെ പറ്റി തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത്. وَسَكَنْتُمْ فِي مَسَاكِنِ الَّذِينَ ظَلَمُوا أَنفُسَهُمْ وَتَبَيَّنَ لَكُمْ كَيْفَ فَعَلْنَا بِهِمْ وَضَرَبْنَا لَكُمُ الْأَمْثَالَ. സ്വന്തം ആത്മാക്കളോട് അതിക്രമം കാട്ടിയവരുടെ വീടുകളിൽ നിങ്ങൾ താമസിച്ചു. അവരോട് നാം എങ്ങനെയാണ് വർത്തിച്ചതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി. നിങ്ങൾക്ക് നാം മാതൃകകൾ വിവരിച്ചു തരികയും ചെയ്തു. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. അവരുടെ സർവ്വ കുതന്ത്രങ്ങളും അവർ പയറ്റി നോക്കി. അവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അവരുടെ കുതന്ത്രങ്ങൾ കാരണം മലകൾ പോലും ഇളകിപ്പോകുമായിരുന്നു. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ അവസ്ഥ അറിയിച്ചിരിക്കുകയാണ്. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ വിജയം ആർക്കാണ് ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാകുന്നതാണ്. പല ആളുകളും താമസിക്കുന്നത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ശിക്ഷയിറങ്ങിയ സ്ഥലത്താണ്. മറ്റു ധാരാളം ആളുകൾ ഈ ശിക്ഷയിറങ്ങിയ ആളുകളുടെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഒന്നെങ്കിൽ ആ സ്ഥലങ്ങൾ കാണാനായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അതിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇതൊന്നും ഇല്ല എങ്കിലും മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവോടുകൂടി അറിയിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം മനുഷ്യരുടെ മുമ്പിൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് പരാജയമുണ്ടാവാനുള്ള കാരണം, അവർക്ക് വിജയമുണ്ടാവാനുള്ള കാരണം അറിയിച്ചു തന്നിട്ടും അതിൻ്റെ ഉദാഹരണങ്ങൾ വിവരിച്ചു തന്നിട്ടും അതിനെ മനസ്സിലാക്കാതെ ആ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നഷ്ടവാളികളായ ആളുകളുടെ പാത തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. ഫിർഔൻ, നമ്രൂദ്, ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഇങ്ങനെ തുടങ്ങി വലിയ രീതിയിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൻ്റെ ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുടെ സംഭവങ്ങൾ വിശദമായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അതിന് വ്യക്തമായ ദൃശ്യമായ തെളിവുകൾ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്നുമുണ്ട്. എന്നിട്ടും ആ സത്യത്തെ മനസ്സിലാക്കാതെ അവരുടെ പാത തന്നെ പിൻപറ്റുക എന്നുള്ളത് ഏറെ വിഡ്ഢിത്തരമാണ്, പരാജയമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല മുൻകഴിഞ്ഞ നിഷേധികളായ സമുദായങ്ങളെപ്പറ്റി പറയുകയുണ്ടായി. അവർ എല്ലാ കുതന്ത്രങ്ങളും പയറ്റിയവരാണ്. പക്ഷെ അവരുടെ കുതന്ത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ വില പോയില്ല. എല്ലാ കുതന്ത്രങ്ങളും അവർ പയറ്റി. അവരുടെ കുതന്ത്രങ്ങളുടെ കടുപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ കുതന്ത്രം കാരണം പർവ്വതങ്ങൾ പോലും നീങ്ങിപ്പോകുമായിരുന്നു. അത്രയും വലിയ കുതന്ത്രങ്ങൾ അവർ പയറ്റി. പക്ഷേ അള്ളാഹുവിന് മുമ്പിൽ അവരുടെ കുതന്ത്രങ്ങളെല്ലാം പാഴായി പോവുകയുണ്ടായി. അള്ളാഹു അവരെക്കാൾ വലിയ കുതന്ത്രം പയറ്റാൻ കഴിവുള്ളവനാണ്. അള്ളാഹുവിന് മുമ്പിൽ അവരുടെ കുതന്ത്രങ്ങൾ ഒരു രീതിയിലും വില പോകുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ബുദ്ധിമാന്മാർ അവർ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുകയും ആ സമുദായത്തിൽ നഷ്ടവാളികളായ ആളുകളിൽ ഉണ്ടായ ദുർഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കി യഥാർത്ഥ വിജയികളായ പ്രവാചകന്മാരുടെയും അവരെ പിൻപറ്റിയവരുടെയും പാത പിൻപറ്റുകയാണ് ചെയ്യേണ്ടതെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. فَلَا تَحْسَبَنَّ اللَّهَ مُخْلِفَ وَعْدِهِ رُسُلَهُ إِنَّ اللَّهَ عَزِيزٌ ذُو انتقام. അള്ളാഹു ദൂതന്മാരോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന് താങ്കൾ വിചാരിക്കരുത്. തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും പ്രതികാരം ചെയ്യുന്നവനുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകുകയാണ്. അഥവാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രയാസം അനുഭവിച്ചു.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നും ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, മാനസികമായ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, തങ്ങൾ ക്ഷമിക്കുക, ഒരിക്കലും തങ്ങൾ പേടിക്കേണ്ടതില്ല. തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു തആല അള്ളാഹുവിൽ നിന്നും അദൃശ്യമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികളായ ആളുകൾക്കും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവർക്കും സഹായം നൽകുമെന്ന കാര്യം അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു തആല ഒരിക്കലും പ്രവാചകന്മാരോടുള്ള വിശ്വാസികളോടുള്ള വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കുന്നതാണ്. താങ്കൾക്ക് അള്ളാഹു ഉന്നതമായ വിജയം നൽകുന്നതാണെന്ന കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ഈ ആയത്തിലൂടെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തആല ഖിയാമത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയെപ്പറ്റി അറിയിച്ചിരുന്നു. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. ഭൂമിയെ മറ്റൊരു ഭൂമിയും ആകാശത്തെ മറ്റൊന്നുമായി മാറ്റിമറിക്കപ്പെടുന്ന ദിവസം ഏകനും അടക്കി വാഴുന്നവനുമായ അള്ളാഹുവിന് മുമ്പാകെ അവർ ഹാജരാക്കപ്പെടുന്നതാണ്. وترى المجرمين يومئذ مقرنين في الأصفاد. അന്നേ ദിവസം പാപികളെ ചങ്ങലകളിൽ ബന്ധിസ്ഥരാക്കപ്പെട്ട നിലയിൽ താങ്കൾ കാണുന്നതാണ്. സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവരുടെ വസ്ത്രം പൊള്ളുന്ന ടാർ കൊണ്ട് ഉള്ളതായിരിക്കും, അവരുടെ മുഖങ്ങളെ തീ മൂടുന്നതാണ്. ലിതജ്സിയല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഓരോ ശരീരത്തിനും സമ്പാദിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതിനാണ് ഇപ്രകാരം ചെയ്യുന്നത്. തീർച്ചയായും അള്ളാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്. ഹാദാ ബലാഗുൽ ലിന്നാസി വലിയൂൻദറൂ ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് أنما هو إله واحد وليذكر أولو الألباب. ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാകുന്നു. ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്നതിനും ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനും സൽബുദ്ധിയുള്ളവർ ഉപദേശം ഉൾക്കൊള്ളുന്നതിനുമാണ് ഇത് അവതീർണമായത്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലെ ഭയാനകരമായ അവസ്ഥയെപ്പറ്റി അറിയിച്ചിരിക്കുകയാണ്. ഒരു ദിവസം ദുന്യാവിൽ നിന്നും തീർച്ചയായും എല്ലാവരും വിട പറയേണ്ടതാണ്. വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുമാണ്. ഇവിടെ ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിച്ചിരിക്കുകയുണ്ടായി, അള്ളാഹുവിന് മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ നാം കാണുന്ന ഭൂമി ആയിരിക്കില്ല ഉണ്ടാകുന്നത്, ഇപ്പോൾ നാം കാണുന്ന ആകാശവുമായിരിക്കില്ല ഉണ്ടാവുന്നത്. ഇതിൻ്റെ എല്ലാം കോലം മാറ്റപ്പെടുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഖിയാമത്ത് നാളിൽ എല്ലാവരെയും മാവ് കൊണ്ടുള്ള റൊട്ടി പോലെ പരിശുദ്ധമായ ഒരു ഭൂമിയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അതിൽ ആർക്കും വീട്, തോട്ടം, വൃക്ഷം ഇങ്ങനെയുള്ള ഒരു അടയാളവും ഉണ്ടാകുന്നതല്ല. അതായത് നിരപ്പായ ഒരു രീതിയിലുള്ള വ്യത്യാസവുമില്ലാതെ നിരപ്പായ ഒരു ഭൂമിയിൽ എല്ലാവരെയും ഹാജരാക്കപ്പെടുന്നതാണ്. അഥവാ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെയും ആകാശങ്ങളുടെയും എല്ലാം കോലം മാറ്റപ്പെടുന്നതാണ്. പുതിയൊരു സ്ഥലത്തോട്ട് മനുഷ്യനെ മാറ്റുകയാണോ ചെയ്യുക, അതല്ല ഈ ഭൂമിയിൽ തന്നെയാണോ മഹ്ശർ ഉണ്ടാവുക എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എങ്ങനെയാണെങ്കിലും പരലോകത്ത് എല്ലാ ഓരോ മനുഷ്യരും അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ്. ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യർ നിൽക്കുന്ന ഭൂമിയും
കാണുന്ന ആകാശവും ഇന്ന് നമ്മൾ കാണുന്ന ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കോലത്തിലാവുകയില്ല ഉണ്ടാവുന്നത്. നേരെ മറിച്ച് അത് നിരപ്പായ സ്ഥലമായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓരോ ആളുകളും അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. എന്നിട്ട് നിഷേധം പ്രവർത്തിച്ച ആളുകൾ, അവർക്ക് അള്ളാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷയുണ്ടാവുന്നതാണ്. അവരെ ചങ്ങലയിട്ടുകൊണ്ട് അള്ളാഹു തആല നരകത്തിലോട്ട് വലിച്ച് കൊണ്ടുപോകുന്നതാണ്. നരകവാസികളുടെ ചങ്ങലയെപ്പറ്റി സൂറത്തുൽ ഹാഖയിൽ പറയുകയുണ്ടായി, 70 മുഴമുള്ള ചങ്ങലയാണ് നരകവാസികളുടെ ചങ്ങല എന്നുള്ളത്. അതിൽ ഒരു കണ്ണി ഭൂമിയിൽ വീഴുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കാരണം ഭൂമി ഉരുകിപ്പോകുന്നതാണെന്ന് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ചൂടുള്ള ഭാരമുള്ള ചങ്ങലകളിലായിരിക്കും നരകവാസികളെ നരകത്തിലോട്ട് കൊണ്ടുപോകപ്പെടുക. അതുപോലെ അവർക്ക് അണിയിക്കപ്പെടുന്ന വസ്ത്രങ്ങളും അവർക്ക് ശിക്ഷ തന്നെയാണ്. പൊള്ളുന്ന ടാറ് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും അവരെ ധരിപ്പിക്കപ്പെടുക. അത് കാരണമായി അവരുടെ ശിക്ഷ അധികരിക്കപ്പെടുന്നതും അവരുടെ ചൂട് വർദ്ധിക്കുന്നതുമാണ്. അങ്ങനെയുള്ള ചൂട് വർദ്ധിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കപ്പെടുന്നതാണ്. അവരുടെ മുഖങ്ങൾ അത് കത്തി നശിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ നരകവാസികളെ ശക്തമായ രീതിയിൽ നരക തീയിലിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതാണ്. നരകത്തിൻ്റെ പല വിശേഷണങ്ങളും കഴിഞ്ഞ പല സൂറത്തുകളിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പല സൂറത്തുകളിലും വിശദീകരിക്കാനുമുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ ചങ്ങലയെ പറ്റിയും നരകത്തിലെ വസ്ത്രത്തെ പറ്റിയും അറിയിച്ചിരുകയുണ്ടായി. നരകത്തിലെ ചങ്ങലയും നരകത്തിലെ വസ്ത്രവും മനുഷ്യന് വലിയ പരീക്ഷണവും വലിയ ശിക്ഷയുമാണ്. ഭൂമിയിൽ സാധാരണ വസ്ത്രം ധരിക്കുന്നത് മനുഷ്യൻ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പക്ഷെ നരകത്തിൽ അങ്ങനെയല്ല. നരകത്തിൽ വസ്ത്രം പോലും മനുഷ്യന് പരീക്ഷണമാണ്, ശിക്ഷയാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതിൻ്റെ അവസാനമായി അള്ളാഹു തആല അറിയിക്കുകയാണ്, ഇതെല്ലാം മനുഷ്യർക്ക് ലഭിക്കുന്നത് അവൻ ദുന്യാവിൽ ചെയ്ത മോശമായ പ്രവർത്തനം കാരണത്താലാണ്. ദുന്യാവിൽ അള്ളാഹു തആല ഒരു അല്പകാല ജീവിതം നൽകി. ആ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഈ രീതിയിലെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ദുന്യാവിലെ ജീവിതം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനായി ഉപയോഗിക്കുക. എന്നാൽ നിങ്ങൾക്ക് പരലോകത്ത് ഉന്നതമായ വിജയങ്ങൾ ലഭിക്കും. ഈ ചെറിയ കാല ജീവിതത്തിന് വേണ്ടി പരലോകത്തെ കാലാകാലമുള്ള ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും നഷ്ടത്തിലാക്കി കളയാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അവസാനമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ് അള്ളാഹു തആല അറിയിച്ചിരുന്നത്. അള്ളാഹു ഏകനാണെന്ന് അറിയിച്ചു തരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു അറിയിക്കുന്നത്. യഥാർത്ഥ ബുദ്ധിയുള്ളവർ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളെ പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു തന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. ഇത് സൂറത്തു ഇബ്രാഹിമിലെ അവസാനത്തെ ആയത്താണ്. പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ വിശദീകരണം ഇവിടെ തീരുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 15-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹിജ്റിൻ്റെ വിശദീകരണം ആരംഭിക്കുന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.